പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ മാക്സിം ഗോർക്കി എന്ന റഷ്യൻ സാഹിത്യകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം അമ്മ എന്ന ഒരു നോവൽ രചിച്ച് വിശ്വപ്രസിദ്ധനായി. മരണം മുട്ടുമടക്കി വണങ്ങുന്ന ഒരേ ഒരു ശക്തിയാണ് അമ്മ എന്ന സ്ത്രീ. അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ഒരു നോവലായിരുന്നു അമ്മ. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ, നികൃഷ്ട കീടങ്ങൾ, ആ ചെറുകഥയെ പറ്റിയാണ് പറയുന്നത്. മാക്സിം ഗോർക്കിയുടെ ഒരു സ്നേഹിതൻ സന്ധ്യ മയങ്ങുന്ന നേരത്ത് മോസ്കോയുടെ തെരുവിലൂടെ ഇരുണ്ട വഴികളിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവിടെ കനാലിൽ ചതുപ്പ് നിലത്ത് ഒരു സ്ത്രീ മദ്യപിച്ച് ലക്കുകെട്ട് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അയാൾ അവളെ നോക്കി. പരിചയമുള്ള ഒരു സ്ത്രീയാണ്. ഒരു ഓട്ടോ വിളിച്ച് അവളെ വീട്ടിൽ എത്തിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ വീടാണ്, 2 മുറികളുള്ള. ഒരു മുറിയിൽ അവളുടെ ഏക മകൻ കട്ടിലിൽ കിടക്കുകയാണ്. കാലുകൾ തളർന്നു കിടക്കുന്നു. തല വലിപ്പമുള്ള ഒരു കുട്ടി. അടുത്ത മുറിയിൽ അയാൾ അവളെ കൊണ്ടിരുത്തി, കട്ടിലിരുത്തി. അപ്പോൾ ഓവർകോട്ടിലൊക്കെ ചെളി പുരണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെളിയുള്ള കോട്ടൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇയാൾ അവളോട് പറയുകയാണ്, ലൈറ്റ് ഓഫാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇതാണ് ചെയ്യാറുള്ളത് എന്ന് പറയുക. അയാളൊന്ന് ഞെട്ടി പതുക്കെ അവളെ അവിടെ നിർത്തിയിട്ട് അയാൾ കുട്ടിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. കുട്ടിയുടെ അടുത്ത് ഇരുന്ന് ആ കുട്ടിയെ പരിചരിക്കുക. നേരം പുലരാറായപ്പോൾ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അവളുടെ മകനെ ഇദ്ദേഹം പരിചരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് സന്തോഷമായി. എൻ്റെ മകനെ നിങ്ങൾ പരിചരിച്ചു, നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. പെട്ടെന്ന് അയാൾ നിശബ്ദനായി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ പുറത്തു വെച്ച് വീടിനകത്തുനിന്ന് ഒരു താരാട്ട് കേൾക്കുകയാണ്. താരാട്ട് കേട്ട് അകന്നകന്ന് പോവുകയാണ്. അവൾ മകൻ്റെ അടുത്തിരുന്ന ഒരു ഡപ്പി, ഒരു ചെറിയ ബോക്സ് അത് തുറക്കുകയാണ്. ആ ഡപ്പിയുടെ അകത്ത് നിറച്ചും കീടങ്ങളാണ്. പതുക്കെ പതുക്കെ നുഴഞ്ഞു വരികയാണ്. അവൾ ഓർക്കുകയാണ്, ഇവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നെങ്കിൽ ഇവറ്റകൾ കുതിരയോളം വലുതാകുമല്ലോ. പക്ഷെ ഭക്ഷണമില്ല. അവൾ കരുതുകയാണ്, എൻ്റെ ജന്മവും ഇതുപോലെ തന്നെ കീടങ്ങളെപ്പോലെ ഇഴഞ്ഞ് ജീവിക്കുകയും ഇഴഞ്ഞ് മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്ത്രീയുടെ ദുരവസ്ഥയും അവളുടെ ഇരുണ്ട ലോകങ്ങളിലേക്കുള്ള യാത്രയുമാണ് ഇതിൽ പറയുന്നത്. സ്ത്രീ എന്നും ദുഃഖമയായി കഴിയുന്നവൾ. ഇതാണ് നികൃഷ്ട കീടങ്ങൾ എന്ന ചെറുകഥ. നന്ദി, നമസ്കാരം.